ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ആ രാത്രി എന്ത് സംഭവിച്ചു. കറുത്ത മേഘങ്ങൾ മൂടി നിൽക്കുന്ന രാത്രി. ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡിന്റെ വക്കിൽ പഴയ ചായക്കടയിൽ വെളിച്ചം മാത്രം. മഴ കനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി അകത്തേക്ക് കടന്നു വന്ന് വിയർപ്പും മഴത്തുള്ളിയിലും കളർന്ന മുഖം. സാർ, പുറത്താരോ എന്നെ പിന്തുടർന്നു, അവൾ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അനൂപ് ഒന്ന് ഞെട്ടിങ്ങനെ ശാന്തമായി ചോദിച്ചു, പുറത്ത് ആരാണ് വന്നത്? രാത്രിയുടെ ഇരുട്ട് ചായക്കടക്കാരൻ ഭയന്ന് പുറത്തേക്ക് നോക്കി. സർ, അവർ അടുത്തു വരുന്നു. ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഭാഗം അവൾ ശക്തമായി പിടിച്ചു. അനൂപ് ഗിറ്റാറിന്റെ സ്ട്രിങ്ങർ പതിയെ തട്ടി തുടങ്ങി. ശാന്തമായ ശബ്ദം മഴയുടെ ശബ്ദത്തിൽ ലയിച്ചു ചേർന്നിരിക്കുവാണ്. ഭയപ്പെടേണ്ട, ആരായാലും വന്നേക്കട്ടെ, അവൻ പറഞ്ഞു. പുറത്ത് കാൽച്ചുവടുകൾ അടുത്തു വരുന്ന പോലത്തെ ശബ്ദം. ചായക്കടക്കാരൻ ലൈറ്റ് ഓഫ് ചെയ്തു. അകത്തിരുട്ട്. അപ്പോൾ ആരോ കതകിൽ തട്ടി, മന്ദഗതിയിൽ 3 തവണ. ദേവി വിറയലോടെ അനൂപിനോട് ചേർന്ന് നിന്ന്. അനൂപ് മുന്നോട്ട് വന്ന് കതകിന്റെ ഹാൻഡിൽ പിടിച്ചു. ഒരു നിമിഷം നിശബ്ദമായി അവൻ പതിയെ വാതിൽ തുറന്നു. വാതിൽ തുറന്നോടെ മഴത്തുള്ളികൾ അകത്തേക്ക് തെറിച്ചു വീണു. പുറത്ത് വിറങ്ങലിച്ച് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഒരു 35 വയസ്സിനടുത്ത് പ്രായം, കണ്ണുകളിൽ ക്ഷീണം. ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നു. അവന്റെ ശബ്ദം തകർന്നിരുന്നു. ദേവി അനൂപിന്റെ പിന്നിൽ ഒളിച്ചു. നിങ്ങളാരാ? അനൂപ് ചോദിച്ചു. അവൻ ഒരു നിമിഷം തലകുനിച്ചു. ഞാൻ പെൺകുട്ടിയുടെ സഹോദരനാണ്. അവൾ വീട്ടിൽ വെച്ച് ചെറിയൊരു പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ദയവായി അവളെ വീട്ടിൽ കൊണ്ടുപോകാൻ സഹായിക്കണം. അനൂപ് ദേവിയെ തിരിഞ്ഞു നോക്കി. സത്യമാണോ? ദേവി നിശബ്ദമായി നിന്നു. അവളുടെ കണ്ണുകളിൽ പേടിയും വേദനയും കലർന്നിരുന്നു. ചായക്കടയിലെ വെളിച്ചം വീണ്ടും തെളിഞ്ഞു. ദേവി മന്ദമായി ബാഗ് തുറന്നു. അകത്തൊരു ഡയറിക്കുറിപ്പ്, ഒരു പഴയ ഫോട്ടോ. ഇവയെല്ലാം എന്റെ അമ്മയുടേതാണ്, ദേവി പറഞ്ഞു. അവളുടെ അമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള സത്യം വീട്ടുകാർ അവളോട് മറച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഈ ഡയറിയിൽ എല്ലാ സത്യവും എഴുതിയിട്ടുണ്ട്. ആ ഡയറിയിലെ സത്യം മനസ്സിലാക്കിയ ആരോ എന്നെ പിന്തുടർന്ന് വന്നിരിക്കുകയാണ്. ദേവി സഹോദരനെ നോക്കിയിട്ട് പറഞ്ഞു. നീയും എന്നോടെല്ലാം മറച്ചു വെച്ചവനല്ലേ? ദേവി നിന്നോട് പറയാതിരുന്നതിന് കാരണം സത്യാവസ്ഥ നിന്നെ വേദനിപ്പിക്കുമെന്ന് കരുതിയാണ്. അനൂപ് ശ്വാസം വലിച്ചെടുത്തു. മനസ്സ് നിറയെ ഇരുട്ട് നിറയുന്നതായിട്ട് അവന് തോന്നി. അവിടേക്ക് ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു മോട്ടോർ സൈക്കിൾ കടയ്ക്ക് മുന്നിൽ വന്നിരുന്നു. ദേവി ഒന്ന് വിറച്ചു. അവരാണ് ഈ ഡയറിക്കുറിപ്പ് വേണ്ടുന്നവർ. അനൂപ് ഗിറ്റാർ ബാഗ് അടച്ചു. അതിൽ ഗിറ്റാർ മാത്രമല്ല, അവൻ സൂക്ഷിക്കുന്ന ചെറിയൊരു മെറ്റൽ റാഡ് കൂടി ഉണ്ടായിരുന്നു. ഇനി പിന്മാറാൻ പറ്റില്ല, അവൻ പറഞ്ഞു. ചായക്കടയ്ക്ക് മുന്നിലെത്തിയ മോട്ടോർ സൈക്കിളിൽ നിന്ന് 2 പേരിറങ്ങി. മുഖം പകുതിയായി മറച്ച ഹെൽമറ്റ്, നീണ്ട ജാക്കറ്റ്. തീർച്ചയായും ഗ്രാമത്തിലെ ആളുകളല്ല. അവർ കതകിനരികിലേക്ക് നീങ്ങുമ്പോൾ ദേവി വിറച്ച അനൂപിന്റെ കൈ പിടിച്ചു. അവർക്ക് ഡയറിക്കുറിപ്പ് ഫോട്ടോയുമാണ് വേണ്ടത്. ദേവി പേടിയോടെ അനൂപിനോട് പറഞ്ഞു. നീ ഒന്നും പറയണ്ട, ആദ്യം നമ്മൾ ആരാണെന്ന് അവർ അറിയരുത്. അപ്പോൾ വാതിലിനരികിൽ ഒരു ശബ്ദം. അകത്താരുണ്ട്? എത്രയും പെട്ടെന്ന് പുറത്തുവാ. ചായക്കടക്കാരൻ ഭയന്ന് പിന്നോട്ട് നീങ്ങി. അനൂപ് മുന്നോട്ട് ചെന്ന് വാതിൽ ചെറുതായി തുറന്നു. കടയടച്ചതാ, ഇവിടെ ആരുമില്ല. ഒരാൾ കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു. ഒരു പെൺകുട്ടി ഇവിടേക്ക് വന്നത് ഞങ്ങൾക്കറിയാം. അപ്പോൾ പിന്നിരുന്ന് ദേവിയുടെ സഹോദരൻ ആവേശത്തിൽ കഥകിനരികിലേക്ക് വന്നു. പുറത്തു വന്നവർ പെട്ടെന്ന് ദേവിയെ കണ്ട ഉടനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങി. അവളെ വിടൂ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദേവിയുടെ സഹോദരൻ പറഞ്ഞു. ഹെൽമെറ്റ് ധരിച്ച ആൾ പെട്ടെന്ന് അവരെ കടന്നു പിടിച്ചു. നീയും അവളും ഒന്നും പറയാതെ കൂടെ വരണം. ഡയറി കുറിപ്പ് ഞങ്ങൾക്ക് വേണം. അനൂപ് അകത്ത് നിന്ന് ഇത് കണ്ടു. അവൻ ഗിറ്റാർ ബാഗിൽ ഒളിപ്പിച്ചിരുന്ന മെറ്റൽ റാഡ് പുറത്തെടുത്തു. ഒരു നിമിഷം, ഒരു മിന്നലിന്റെ ശബ്ദം, മഴയുടെ കനത്ത താളം, പുറത്തു നിൽക്കുന്നവരുടെ മുഴങ്ങുന്ന ശബ്ദം. അപ്പോൾ പാതി വാതിൽ തുറന്ന അനൂപ് പുറത്തെത്തിക്കഴിഞ്ഞിരുന്നു. അവനെ വിടുക. കൂടെയുള്ള ഒരാൾ പ്രതിഷേധിച്ചു കഴിഞ്ഞപ്പം അനൂപ് മെറ്റൽ റാഡ് കൊണ്ട് ഒന്ന് കൊടുത്തു. തെരുവിലെ വെളിച്ചം പെട്ടെന്ന് കുലുങ്ങി. ചോര പൊഴിഞ്ഞില്ലെങ്കിലും ആഘാതം അവനെ പിന്തിരിപ്പിച്ചു. അവരിലൊരാൾ വിളിച്ചു പറഞ്ഞു. ഈ ഡയറിക്കുറിപ്പ് പലർക്കും വലിയ വിലയുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ദേവി അവർക്ക് മുന്നിലേക്ക് വന്നു. എന്റെ അമ്മയുടെ മരണം ഒരു അപകടമല്ല, അതറിയുന്നവരെല്ലാം ഫൈൻ ഇതെല്ലാം മറച്ചു വെച്ചതാണ്. ഈ ഡയറിക്കുറിപ്പിലൂടെ ഞാൻ സത്യം പുറത്തു കൊണ്ടുവരും. അപ്പോൾ തന്നെ ഒരു പോലീസുകാരൻ ദൂരത്തു നിന്ന് കേട്ടു. ഹെൽമെറ്റ് ധരിച്ച് ഇരുവരും തമ്മി നോക്കി. ഇവിടെ നിന്ന് പോകണം. അവർ മോട്ടോർ സൈക്കിൾ കയറി പെട്ടെന്ന് അവിടെ നിന്നും കടന്നു കളഞ്ഞു. മഴ ചെറുതായി കുറഞ്ഞു. പക്ഷെ ദേവിയുടെ കണ്ണിലെ പേടി കുറയാതെ. അനൂപ് ചോദിച്ചു, ഈ ഡയറിക്കുറിപ്പിൽ എന്താണ് ഇത്രയും ഭീഷണി ഉണ്ടാക്കുന്ന വിവരം? ദേവി ഡയറിക്കുറിപ്പ് തുറന്നു. 1-ാം പേജിൽ അവളുടെ അമ്മയുടെ കൈയെടുത്ത്. ഈ ഗ്രാമത്തെ നിയന്ത്രിക്കുന്നവരെ കുറിച്ചുള്ള സത്യം എന്റെ മകളുടെ സുരക്ഷയ്ക്കായി ഞാൻ എഴുതി വെക്കുന്നു. അനൂപ് പറഞ്ഞു, ഇതിപ്പോൾ തന്നെ പോലീസിന് കൊടുക്കണം. ദേവി തല കുനിച്ചു. ഇല്ല, ഇത് മുഴുവൻ വായിച്ചിട്ട് പോലീസിനെ വിശ്വസിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കണം. അനൂപ് ശബ്ദം മന്ദമാക്കി. അപ്പോൾ നമുക്ക് ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ചായക്കടയും മഴയുടെ ശബ്ദം മാത്രം. ദേവി ഡയറി ശക്തമായി പിടിച്ചു നിൽക്കുന്നു. അനൂപ് പുറത്തേക്ക് നോക്കി. ഹെഡ്ലൈറ്റ് ഇല്ലെങ്കിലും ചിലർ ദൂരത്ത് മറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു.
ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, അനൂപ് ഉറപ്പോടെ പറഞ്ഞു. ഗ്രാമത്തിന്റെ പുറകിലൂടെ പോകുന്ന കുന്നിൻപാത. അവിടെ ആളുകൾ കുറവായിരിക്കും. ദേവിയുടെ സഹോദരൻ ദീർഘനിശ്വാസം എടുത്തു. ഞാൻ കൂടി വരാം. ദേവിയെ ഇതിൽ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ശരി, പക്ഷെ ഒരു കാര്യം, ദേവി ഡയറിക്കുറിപ്പ് നിന്റെ ബാഗിൽ വെക്കണ്ട. അവർ ആദ്യം അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ദേവി ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. അപ്പൊ എവിടെ വയ്ക്കും? അനൂപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ഗിറ്റാർ ബാഗിൽ. അതാവുമ്പോ ആരും സംശയിക്കില്ല. മൂവരും ചായക്കടയിലെ പിന്നിലൂടെ ഇറങ്ങി. ഗ്രാമത്തിന്റെ ഇരുണ്ട വഴികൾ. മഴ പെയ്തുകൊണ്ടിരുന്നെങ്കിലും മണ്ണ് തെന്നിയിരിക്കുന്നു. കുന്നിൻ വഴിയിലൂടെ അവർ നടന്നപ്പോൾ ദൂരെയായി നായയുടെ കുരച്ച ശബ്ദവും വാഹനങ്ങളുടെ മന്ദശബ്ദവും. ആരോ ഒരാൾ പിന്തുടരുന്നു എന്നൊരു തോന്നൽ. ദേവി മന്ദമായി പറഞ്ഞു. എന്നെ പിന്തുടരുന്നവർ ചിലർക്ക് ഗ്രാമത്തിലെ പോലീസുമായി ബന്ധമുണ്ടാവാം. അനൂപ് അതിൽ ഒരു നിമിഷം പോലും ആശ്ചര്യപ്പെട്ടില്ല. അതിനാൽ നമുക്ക് സുരക്ഷിതമായ ഇടം ഉടനെ തന്നെ കണ്ടെത്തണം. പാതയുടെ വശത്ത് അപ്പോൾ ഒരു ടോർച്ച് ലൈറ്റിന്റെ പ്രകാശം കണ്ടു. നിൽക്കൂ, ഒരു കനത്ത ശബ്ദം. ദേവിയുടെ ഹൃദയമിടിപ്പ് കൂടി. അവരാണ്. പക്ഷെ ആ മനുഷ്യൻ അടുത്ത് വന്നപ്പോൾ അവന്റെ വേഷവും മുഖവും വ്യക്തമായി. ഗ്രാമത്തിലെ പഴയ റേഞ്ചർ, വനസംരക്ഷണ ഉദ്യോഗസ്ഥൻ. മിക്കവരും മറന്നുപോയ ഒരാൾ. എന്തിനാണ് നിങ്ങൾ ഈ സമയം ഈ വഴിയിൽ? അയാൾ ചോദിച്ചു. ദേവിയുടെ സഹോദരൻ ചെറുതായി ഒന്ന് ഭയന്നു. അനൂപ് പക്ഷെ മുന്നോട്ട് നടന്നുപോയി. സാർ, ഞങ്ങൾ വെറുതെ കള്ളം പറയണ്ട, റേഞ്ചർ പറഞ്ഞു. നിങ്ങളെക്കുറിച്ച് ഇപ്പോഴാണ് വിവരം കിട്ടിയത്. ഗ്രാമത്തിൽ ചിലർ നിങ്ങളെ തിരയുന്നു എന്നത്. സാർ, ഞങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കരുത്. റേഞ്ചർ ഒരു നിമിഷം അവളെ നോക്കി. പിന്നെ ശബ്ദം മന്ദമായി. എനിക്കെല്ലാം അറിയാം മോളെ. നിന്റെ അമ്മ മരിച്ചത് അപകടമല്ലായിരുന്നു. മൂവരും നിശബ്ദമായി നിന്നു. ദേവിയുടെ കണ്ണു നിറഞ്ഞു. നിങ്ങൾക്കതെങ്ങനെ അറിയാ? റേഞ്ചർ പതിയെ പറഞ്ഞു. അവൾ മരിക്കുന്നതിന് മുമ്പുള്ള അവസാന രാത്രി ഞാൻ അവളെ കണ്ടിരുന്നു. ആ സമയം അവൾ പേടിച്ചിരുന്നു. ഏതോ ഒരു വലിയ കാര്യം അവൾ കണ്ടെത്തിയിരുന്നു. അവൾ അന്നത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ അതിന്റെ വില ഞാൻ തിരിച്ചറിഞ്ഞു. അവൻ ഒരു നിമിഷം പാതയുടെ ഇരുണ്ട ഭാഗത്തിലേക്ക് നോക്കി. മോളെ, അവരുടെ കണ്ണിപ്പെടാൻ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് എനിക്ക് മാത്രമേ അറിയൂ. ദേവി അപ്പോൾ സംശയത്തോടെ ചോദിച്ചു. എവിടെ? റേഞ്ചർ തല കുലുക്കി മന്ദമായി പറഞ്ഞു. നിന്റെ അമ്മ മരിച്ച രാത്രിയിൽ അവളെ ഒളിപ്പിച്ചിരുന്ന ചെറുവീട്, കാടിനുള്ളിൽ. അവിടെ അവളുടെ സത്യത്തിന്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്. ദേവിയുടെ ശ്വാസം അപ്പോൾ നിലച്ചു, ഡയറിക്കുറിപ്പിനേക്കാൾ കൂടുതൽ. റേഞ്ചർ തല കുനിച്ചു. അതെ, അവൾ കണ്ടെത്തിയ യഥാർത്ഥ തെളിവ്. അപ്പോൾ പിന്നെ വണ്ടികളുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നു. റേഞ്ചർ പറഞ്ഞു. പെട്ടെന്ന് ഒളിച്ചു, ഇപ്പോൾ തന്നെ. വണ്ടികളുടെ ശബ്ദം അടുത്ത് വരുമ്പോൾ റേഞ്ചർ മുന്നോട്ട് നടന്നിട്ട് പറഞ്ഞു. എന്നെ പിന്തുടരൂ, ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. മഴത്തുള്ളികൾ ഇലയിലൂടെ വീണ് തുള്ളിക്കളിച്ചുകൊണ്ടിരുന്ന കാടിനുള്ളിലേക്ക് മൂവരും റേഞ്ചറിനൊപ്പം സാവധാനത്തിൽ നടന്നു. പാത അപകടകരമായിരുന്നു. തെന്നുന്ന മണ്ണ്, വളഞ്ഞ വേരുകൾ. പക്ഷെ റേഞ്ചർ ഓരോ കമ്പും നീക്കി വഴി തുറന്നു. 10 മിനിറ്റോളം നടന്നപ്പോൾ ഒരു ചെറിയ പഴയ കുടിൽ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തകർന്ന ചുമർ, പകുതി വീണ മേൽക്കൂര. പക്ഷെ വാതിൽ മാത്രം അവശേഷിക്കുന്നു. ഒരുതരം തടവറ എന്ന പോലെ അടച്ചുറപ്പില്ലാത്തൊരു വീട്. റേഞ്ചർ മന്ദമായി പറഞ്ഞു. ഇതാണ് നിന്റെ അമ്മ അവസാനമായി എത്തിയ സ്ഥലം. എന്റെ അമ്മ ഇവിടെ എന്തിനാണ് വന്നത്? റേഞ്ചർ പതിയെ മറുപടി നൽകി. ആരും കാണാതിരിക്കാൻ. അവൾ ഗ്രാമത്തിലെ ചില വലിയ വലിയ ആൾക്കാരുടെ രഹസ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. വാതിൽ തുറന്നപ്പോൾ അകത്ത് ഇരുട്ടായിരുന്നു. റേഞ്ചർ ലൈറ്റ് ഓണാക്കി. അവിടെ ഒരു മേശ. മേശമേൽ പൊടി പിടിച്ച ചില പേപ്പറുകൾ, ഒരു ടിൻ ബോക്സ്, ഒരു തകർന്ന മൊബൈൽ. ദേവി ശ്വാസമടക്കി നിന്നു. ഇവയെല്ലാം എന്റെ അമ്മയുടേതാണോ? അവൾ ടിൻ ബോക്സ് തുറന്നു. അകത്തൊരു USB ഡ്രൈവ്, ഒരു പഴയ മെമ്മറി കാർഡ്, ഒരു പത്ര കട്ടിങ്, രക്തം തട്ടിയ ഒരു കയ്യെഴുത്ത് കുറിപ്പ്. അനൂപ് അതിൽ നിന്നൊരെണ്ണം എടുത്ത് വായിച്ചു. അവരെ പുറത്തു കൊണ്ടുവരണം. അവർ ഗ്രാമത്തിന്റെ പേര് ചില കുറ്റകൃത്യങ്ങൾ മറച്ചിരുന്നു. എന്റെ കുട്ടിക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ തിരികെ എത്തില്ലെന്ന് തോന്നുന്നു. ദേവിയുടെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. അമ്മേ, എന്താണിതെല്ലാം? അപ്പോൾ കുടലിന്റെ പുറത്തെ ചുമരിൽ ആരോ ചവിട്ടുന്നൊരു ശബ്ദം. അവരൊക്കെ നിശബ്ദമായി നിന്നു. റേഞ്ചർ ലൈറ്റ് ഓഫ് ചെയ്തു. ശബ്ദം അടുത്തടുത്ത് വരുന്നു. തുടർന്നൊരു ശബ്ദം. ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്ന ഈ കാട് തന്നെയാണോ? ഹെൽമറ്റ് ധരിച്ച ഒരാൾ കുടിലിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. അനൂപ് മുന്നോട്ട് പാഞ്ഞു എന്ന്. ഗിറ്റാർ ബാഗിൽ ഒളിപ്പിച്ചിരുന്ന മെറ്ററാഡ് പുറത്തെടുത്തു. വാതിലിന്റെ നടുവിൽ നിന്ന ആളിനെ ശക്തിയായി അടിച്ച് താഴെയിട്ടു. പക്ഷെ പുറത്ത് മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. റേഞ്ചർ അവനോട് എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ പുറത്ത് കാറ്റും മഴയും കൂടെയുള്ള ശബ്ദം ഉച്ചത്തിലായി. ദേവിയെ സഹോദരൻ പിറകിലേക്ക് നീങ്ങി. അപ്പോഴാണ് വാതിലിന് മുന്നിൽ നിന്ന ആൾ റേഞ്ചറിനെ പിടിച്ചു വലിച്ചത്. ഡ്രൈവും ഡയറിക്കുറിപ്പും വേണം. അത് കൊടുത്താൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം. അനൂപ് വീണ്ടും റാഡ് എടുത്തു. ഇവ ചുമ്മാ പണിയാണെന്ന് കരുതിയോ? അവൻ അടിക്കാൻ പോകുമ്പോൾ പുറത്ത് വലിയ ഹെഡ്ലൈറ്റ് ഉള്ള വണ്ടി, നിറയെ ആളുകൾ. തീർച്ചയായും ഗ്രാമത്തിലെ പ്രബലരുടെ ആൾക്കാരായിരിക്കും. ദേവി ഭയം കൊണ്ട് വിറച്ചു. ഇപ്പൊ എന്ത് ചെയ്യും? റേഞ്ചർ പറഞ്ഞു. നമുക്ക് കാടിന്റെ അടിഭാഗത്തേക്ക് ഇറങ്ങണം. അവിടെ ഒരു പഴയ തുരങ്കമുണ്ട്. നിങ്ങളുടെ അമ്മയെ അത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ മഴയുടെ ശബ്ദം കൂടിക്കൂടി വന്നു. വേഗത്തിൽ ഇവിടെ നിന്ന് പോകണം, ഇല്ലെങ്കിൽ നമ്മളെ ഇവർ ജീവനോടെ വിടില്ല. റേഞ്ചർ പറഞ്ഞു. അവിടെ ചെറുതായി തുറന്നൊരു കുഴിയുണ്ട്. അതൊരു പഴയ തുരങ്കത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ അമ്മ ഇത് ഉപയോഗിച്ചിരുന്നു.
അനൂപ്, ദേവി, സഹോദരൻ മൂവരും പെട്ടെന്ന് ആ ചെറിയ തുരങ്കത്തിലേക്ക് കുതിച്ചു. ഭിത്തിയുടെ പിന്നിൽ നിന്നുള്ള വഴിയിലൂടെ താഴേക്കിറങ്ങി. തുരങ്കം ഇരുണ്ടതായിരുന്നു. പഴയ കല്ലുകളും ഇളകിപ്പോയ മണ്ണുമായിരുന്നു എല്ലാം. അനൂപ് ചെറിയ ടോർച്ച് ഓണാക്കി. ഒരു പുഴയുടെ അരികിൽ കൂടി കുന്നിമുകളിലേക്ക് പോകുന്നായിരുന്നു വഴി. ദേവി വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ വഴിയിൽ അമ്മ ഒറ്റയ്ക്ക് നടന്നു. റേഞ്ചർ മന്ദമായി. അവൾ ഭയന്നിരുന്നു, പക്ഷെ സത്യം മറയ്ക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നൊരു കനത്ത ശബ്ദം. അവർ തുരങ്കത്തിലേക്കാണ് പോയത്. ഹെൽമറ്റ് ധരിച്ചവരുടെ ശബ്ദം തുരങ്കത്തിന്റെ ഉള്ളിൽ മുഴങ്ങി. അനൂപ് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അവർ തുരങ്കത്തിന്റെ അവസാനം എത്തിയപ്പോൾ ഒരു ചെറിയ പുഴ അവിടെ ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് പോകുന്ന ഒരു പഴയ കെട്ടിടം. ഇതാണ് നിങ്ങളുടെ അമ്മ സത്യം ഒളിപ്പിച്ച സ്ഥലത്തിന്റെ അവസാന ഭാഗം. അവർ അകത്ത് കയറുമ്പോൾ മണ്ണിൽ പകുതി മൂടിയ ഒരു ഇരുമ്പ് പെട്ടി കണ്ടു. അനൂപ് അത് വലിച്ചു പുറത്തെടുത്തു. പെട്ടി തുറക്കുമ്പോൾ അകത്തൊരു പത്രത്തിലെ വൻ അഴിമതി ഫയൽ. ഗ്രാമത്തിലെ ചില നേതാക്കളുടെ ക്രിമിനൽ റെക്കോർഡിന്റെ തെളിവുകൾ. ഒരു ഓഡിയോ റെക്കോർഡർ. ദേവിയുടെ അമ്മയുടെ അവസാന സന്ദേശം. ദേവിയുടെ കൈ വിറച്ചു. അവൾ റെക്കോർഡർ ഓണാക്കി. അമ്മയുടെ നനഞ്ഞു വിറയ്ക്കുന്ന ശബ്ദം. ദേവി, ഞാൻ സത്യം കണ്ടെത്തി. നീ ഇതൊക്കെ ഒരു നാൾ കണ്ടുപിടിക്കുമെന്നറിയാം. എനിക്ക് ജീവനോടെ രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ നീ സത്യം പുറത്തു കൊണ്ടുവരണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദേവി പൊട്ടിക്കരഞ്ഞു. അനു അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. ആ നിമിഷം പുറത്ത് കാൽച്ചുവടുകൾ കേട്ടു. ഇവിടെ തന്നെയാണവർ. ഒരാൾ പെട്ടെന്ന് അകത്ത് കയറി. റേഞ്ചർ ഉടനെ അവനെ തടയാനായിട്ട് ശ്രമിച്ചു. ആ നിമിഷം തന്നെ അനൂപ് അടിക്കാനായിട്ട് മെഡറാഡ് എടുത്തു. 5 പേരുണ്ട്. ദേവിയുടെ സഹോദരൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അവളെ വെറുതെ വിടൂ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ഇരുണ്ട ചിരിയോടെ ഒരാൾ പറഞ്ഞു, അവളുടെ അമ്മയെ ഞങ്ങൾ വെറുതെ വിട്ടില്ല. മകൾക്കും ഇത് തന്നെയായിരിക്കും ഗതി. ഒരു നിമിഷം പോലീസുകാരൻ കേട്ടു. പോലീസ് അപ്പോൾ അവിടെ എത്തി. ഞാൻ വിളിച്ചിരുന്നാണ്, നിങ്ങളെല്ലാം സേഫായി എത്തിക്കണം, റേഞ്ചർ പറഞ്ഞു. ഗ്രാമത്തിലെ വഞ്ചവർക്കൊപ്പം ചേർന്ന ചിലർ വന്നെങ്കിലും പോലീസ് ഇപ്പോൾ എല്ലാം കണ്ടു. അവർ അകത്ത് കയറി എല്ലാവരെയും പിടിച്ചു. തെളിവുകളോടെ എല്ലാം വ്യക്തമാകുന്നുണ്ട്, പോലീസ് ഓഫീസർ പറഞ്ഞു. ദേവി അപ്പോൾ തന്നെ പോലീസിന് ഡയറിക്കുറിപ്പും കൈമാറി. പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചം. ദേവി പുഴക്കരയിലിരുന്നു. അവളുടെ അമ്മയുടെ അവസാന ശബ്ദം മനസ്സിൽ മുടങ്ങുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഭാരം താഴ്ന്നതുപോലെ. അനൂപ് അവളുടെ അടുത്തിരുന്നു. നീ ചെയ്തൊക്കെ അത്ഭുതമാണ് ദേവി, അവൻ മന്ദമായി പറഞ്ഞു. ദേവി ഒന്ന് ചിരിച്ചു. അമ്മ അതിനാണ് ജീവൻ കൊടുത്തത്. പക്ഷെ ഇപ്പോൾ അവളുടെ പേര് ഈ ഗ്രാമത്തിന്റെ സത്യം പുറത്തു വരും. റേഞ്ചർ അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അമ്മ ധീരയായ സ്ത്രീയായിരുന്നു. അവളുടെ മകൾ അവളേക്കാൾ ധീരയാണ്. അപ്പോൾ ദേവി ഒരു മന്ദസ്മിതത്തോടെ ദൂരേക്ക് നോക്കിയിരുന്നു.